ഹായ് ഹലോ. വയനാട്ടിലെ എന്നൂർ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും എനിക്ക് ഈ അടുത്താണ് കേട്ടോ പോകാനായിട്ട് പറ്റിയത്. പുറത്തായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്തിയത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളി കോടയും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. എന്നാലും നടന്ന് നടന്ന് നമ്മൾ ചെന്നെത്തുന്നത് അടിപൊളി കുറച്ച് കാഴ്ചകളിലേക്കായതുകൊണ്ട് നമ്മളെ അതൊരിക്കലും മടുപ്പിക്കില്ല. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സും വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ ആസ്വദിച്ച് കാണാനായിട്ട് പറ്റി. ഇവിടെ പണ്ടത്തെ ഗോത്രവർഗ്ഗക്കാരുടെ കൂട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മണ്ണ് കൊണ്ടുള്ള വീടുകളാണ്. ഈ ഇരിപ്പിടങ്ങളൊക്കെ നോക്കിക്കേ, എന്ത് രസമായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കണേ. വയനാട്ടിലെ ഗോത്രവർഗ്ഗ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള വീടുകളാണ് ഇതൊക്കെ. അതേ മാതൃകയിൽ ഇവരുടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. മണ്ണ് കൊണ്ടുള്ള പല ടൈപ്പ് വീടുകളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള വീടുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഉത്തരാഖണ്ഡിലായിരുന്നു. ഉത്തരാഖണ്ഡിലും ഇതുപോലെ വീടുകളുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ. ഇപ്പോഴും അതിലൊക്കെ ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഇവിടെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇതാ കിച്ചൺ പോലുള്ള മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഈ മതിലുകളും മണ്ണുകൊണ്ട് തന്നെയാണ് തോന്നുന്നു നിർമ്മിച്ചിരിക്കുന്നത്. അടിപൊളിയാണ് എന്തായാലും കാണാൻ. ഇവിടെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തണുപ്പത്തൊരു ചായ കുടിക്കാനും രസമാണെന്നേ. ഒരാളുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീസായിട്ട് 50 രൂപയാണ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയത്തായിരിക്കും ഇവിടെ വരാൻ കുറച്ചുകൂടെ സുഖം കേട്ടോ. കാരണം ഞങ്ങൾ പോയപ്പം നല്ല രീതിയിലുള്ള ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കോടയും. എന്നാലും ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കാഴ്ചകളല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നടന്ന് കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കായിരിക്കും ഇവിടെ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ, കൈലുകൾ, പിന്നെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. എനിക്കിതുപോലെയുള്ള കൊണ്ടാട്ട മുളകിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ കാട്ടുതേന് പോലെയുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറുകൾ, ഉപ്പിലിട്ട ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നാണ് അവർ പറയണത് കേട്ടോ. ചില ഷോപ്സും കാര്യങ്ങളൊക്കെ പൂട്ടിക്കിടന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ കണ്ട ഒരുപാട് തിരക്കുള്ള സ്ഥലം ഈ ഒരു ഷോപ്പാട്ടോ. ഇവിടെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചീർപ്പും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ സ്പൂണ്, കളിപ്പാട്ടങ്ങൾ. കുഞ്ഞിലേ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഞാൻ ഇവിടെ കണ്ടിട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വലിയ വലിയ സംഭവങ്ങളല്ലേ കളിക്കാനായിട്ട് വേണ്ടത്. ഹോട്ട് വീൽ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാറുകളോടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങളൊക്കെ. നമുക്കൊക്കെ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കിട്ടാൻ എത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഒരുപാട് ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇതുപോലെയുള്ള കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു വെറൈറ്റി മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ. പിന്നെ ഈ മൺകലത്തിൻ്റെ ഷോപ്പിലും അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും വയനാട്ടിൽ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട് എന്നൂർ മാറിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ട വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു.